മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്, ഉദ്ദേശമെന്താണ്, ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്താണ്, പ്രശ്നമെന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ്, ഈ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി, ആ ജീവിതത്തിൻ്റെ ആത്യന്തിക ഭാഗധേയത്വം എന്താണ്? വാട്ട് ഈസ് ലൈഫ് ആഫ്റ്റർ ഓൾ? എന്താണ് ജീവിതം? അതെവിടേക്ക് പോകണം? അതെങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ഒറ്റ പുസ്തകവുമില്ല. ഒരുപാട് ഉപദേശങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ, ചിന്തകൾ പറഞ്ഞു. There is only one book that authentically states what human life is. മനുഷ്യജീവിതം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. മനുഷ്യനാരാണ്, എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, എന്താണ് പ്രസക്തി, എന്താണ് അവൻ എവിടേക്ക് നയിക്കപ്പെടേണ്ടവനാണ്, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തി എന്താണ്. അതുമാത്രമല്ല, എല്ലാവരുടെയും ചിന്തയിൽ വളരെ ഒരു വലിയ കടങ്കഥയായിട്ടിരിക്കുന്നൊരു കാര്യമാണ് പെയിൻ ആൻഡ് സഫറിങ് ഓഫ് മാൻ. മനുഷ്യൻ്റെ വേദനയും ദുഃഖവും കഷ്ടവും ഇതൊരു കടങ്കഥയാണ്. വൈ സഫറിങ്? എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ദുഃഖവും കഷ്ടങ്ങളും? ഇഫ് ദർ ഈസ് എ ഗോഡ്, വൈ ഷുഡ് ഇറ്റ് ഹാപ്പൻ? ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കണം? ഇങ്ങനെ ഈ കടങ്കഥയുടെ പരിഹാരം, അല്ലെങ്കിൽ അതെന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൽ കൂടിയുള്ള വഴി എന്താണ്, അതിൻ്റെ തലങ്ങൾ എന്താണ്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നാം കണ്ടെത്തുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ പുസ്തകമായിരിക്കുന്ന ബൈബിൾ. ആൻസേഴ്സ് ടു ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ ആ പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വേദന, കഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ നന്നായി ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം കാണുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും, തീവ്രമായിരിക്കുന്ന വേദനകളും എല്ലാ മനുഷ്യരും അന്താളിച്ചു പോകുന്നൊരു കാര്യമാണ്. ഓ, ഇഫ് ദാറ്റ് പെയിൻ, അത് ആ വേദന, അതിനൊരു പരിഹാരമുണ്ടായിരുന്നെങ്കിൽ. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് ലോകത്തിൽ ചിന്തകർക്ക്, മതഗുരുക്കന്മാർക്ക്, പലപ്പോഴും വിശ്വാസികൾക്ക്. ദ ബൈബിൾ, വിശുദ്ധ പുസ്തകത്തിൽ, വചനത്തിൽ നമുക്ക് മനുഷ്യനെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു വ്യക്തത, ഒരു വെളിച്ചം, ഒരു വഴി, ഒരു പരിഹാരം, ഇതെല്ലാം അതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, വാസ്തവത്തിൽ ലോകത്തിൽ നാം സാധാരണ കാണുന്ന ദുഃഖങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം, രോഗം, അപകടങ്ങൾ, ദുരന്തങ്ങൾ, മഹാമാരികൾ, യുദ്ധങ്ങൾ, ഏതെല്ലാം വിധത്തിൽ, എത്ര തീവ്ര വ്യഥയിൽ കൂടിയാണ് മനുഷ്യർ കടന്നു. അതുകൊണ്ട് അതിനൊക്കെയാണ് ഈ കവികളൊക്കെ ചോദിക്കുന്ന, മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, ഉത്തരമില്ലാത്ത ചോദ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപരമായി നാം കാണുന്ന ഒരു കാര്യം, ഈ ലോകം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, നിബന്ധിച്ചു പോയൊരു ലോകമാണ്. A world away from God, fallen from God. ദൈവത്തിൽ നിന്ന് മാറിപ്പോയി വീണുപോയൊരു ലോകമാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി വീണുപോയവനാണ്, നിബന്ധിച്ചു പോയവനാണ്. The man is fallen. അതിൻ്റെ പ്രത്യാഘാതമാണ് നാം പൊതുവേ കാണുന്ന ദുരന്തങ്ങൾ. മനുഷ്യജീവിതത്തിൻ്റെ
ഭയങ്കരമായിരിക്കുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. പൊതുവെ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളൊന്നും മാറി മാറി എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നാം എന്താ വിചാരിക്കുന്നത്? അതിൻ്റെ തീവ്രവ്യഥ, അതിൻ്റെ ഭയാനകത എന്തെന്നാണ് വിചാരിക്കുന്നത്? ഇറ്റ്സ് ടെറിബിൾ. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇറ്റ്സ് എ ഫാളൻ വേൾഡ്. ദൈവത്തിൽ നിന്ന് വീണുപോയ ഒരു ലോകം, ദൈവത്തിൽ നിന്ന് വീണുപോയൊരു മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇരുണ്ട ഒരു ഹൃദയം, ദൈവത്തെ വീണുപോയ ശേഷം പാപപങ്കുലമായിരിക്കുന്ന ഒരു ജീവിതം. God is out of the sphere of man and world. മനുഷ്യന്റെയും ലോകത്തിന്റെയും പരിധിക്ക് പുറത്താണ് ദൈവം. ഇതാണ് ലോകത്തിലെ ദുരിതങ്ങളുടെ അടിസ്ഥാന കാരണം. എന്നാൽ അത് കൂടാതെ, അതിൽ നിന്ന് വ്യത്യസ്തമായി നാം മറ്റു പല ദുഃഖങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്. ശാരീരികവും ഭൗതികവും പുറത്തുള്ള വേദനയുമല്ലാത്ത മറ്റു ചില ദുഃഖങ്ങളുണ്ട്. ചിലപ്പോൾ ആ ദുഃഖങ്ങൾ, ആ ആന്തരിക ദുഃഖങ്ങൾ പുറത്തെ വേദനയെക്കാളും ഭയങ്കരമായിരിക്കും. ദ ഇന്നർ സഫറിങ്, ആന്തരിക വേദനകൾ, മനസ്സിൻ്റെ വേദനകൾ, വൈകാരിക സംഘർഷങ്ങൾ, വേദനകൾ, ഇന്നർ സഫറിങ് ഓഫ് മാൻ. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആന്തരിക വേദനയെക്കുറിച്ച്, വൈകാരിക തലത്തിലുള്ള വേദനകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആദ്യം പറഞ്ഞതല്ല കൃത്യമായിട്ട്. ഈ വേദന ഓരോരുത്തരുടെയും വ്യക്തിത്വവും കൂടി ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വത്തെ ആശ്രയിച്ച് ആ വ്യക്തിത്വത്തിന് അനുസൃതമായിരിക്കുന്ന ചില വേദനകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു നല്ല ഭാഗം ആളുകളും ആ ആളുകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇൻസിക്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയാം. സുരക്ഷിതബോധമില്ലാത്ത വ്യക്തികളാണ്, അരക്ഷിതബോധമുള്ളവർ, കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടാത്തവർ, തിരസ്കരണം ലഭിച്ചവർ, അംഗീകാരം കിട്ടാത്തവർ, അക്ഷരികമായിട്ടോ അല്ലാതെയോ ഒരുതരം അനാഥത്വത്തിൽ കൂടി കടന്നുപോയവർ. അവർ പൊതുവെ ഇൻസെക്യൂർ പേഴ്സൺസാണ്, സുരക്ഷിതബോധമില്ലാത്ത ആളുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചോളം വളരെ സെൻസിറ്റീവാണ്, വേഗമാണ് ഒരു കാര്യം അവരെ ടച്ച് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രത്യേകത, അവരോട് പറയുന്ന കാര്യങ്ങളുടെ അപ്പുറത്തേക്ക്, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്, ഈ വരികൾക്കിടയിൽ കൂടി വായിക്കുക, പറഞ്ഞതിനപ്പുറം മനസ്സിലാക്കുക. എല്ലായിടത്തും അവരുടെ അരക്ഷിത ബോധത്തിൽ നിന്നും അവരെപ്പോഴും തങ്ങൾക്ക് ചുറ്റൊരു ഭീഷണിയുള്ളതുപോലെയുള്ളൊരു പ്രതീതി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോട് അടുപ്പമുള്ളവരെ എപ്പോഴും കൂടെ നിർത്തും. വളരെ പൊസസീവാണ് അവരുടെ ബന്ധങ്ങൾ. അവർക്കൊരു സ്നേഹിതനുണ്ടെങ്കിൽ ആ സ്നേഹിതനെ ഒരിക്കലും വിടത്തില്ല. ആ സ്നേഹിതൻ വേറെ ആളെ സ്നേഹിതമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. മറ്റൊരു പ്രശ്നമാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇൻഫീരിയോറിറ്റി, അഥമ വിചാരം, ഇൻഫീരിയർ, കുറഞ്ഞതാണെന്നുള്ള ചിന്ത, അൺപ്രിവിലേജ്ഡ്, അണ്ടർ പ്രിവിലേജ്ഡ്, മറ്റു പലർക്കുമുള്ള സൗകര്യങ്ങളില്ലാതെ വരുന്നവർ, പല കാര്യത്തിൽ മറ്റുള്ളവർക്കില്ല എന്നുള്ള തോന്നൽ ആഴമായിട്ട് ഭരിക്കുന്നവർ, പലർക്കുള്ള സൗന്ദര്യമില്ല, നിറമില്ല, പല രീതിയിലാണ് പലരുടെ ചിന്ത. ഞാൻ വളരെ ശോഷിച്ചതാണ്, എനിക്ക് വലിയ തടിയാണ്,
ഞാൻ കുറഞ്ഞ ജാതിയിലുള്ള ആളാണ്, പലതരത്തിലുള്ള ചിന്തകൾ ഭരിക്കുന്നവരാണ് ഈ അപകർഷതാബോധമുള്ളവർ. അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്രത്യേകത, എപ്പോഴും അതിനെ മറികടക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. അവരെക്കുറിച്ച് മതിപ്പിളവാക്കാൻ ശ്രമിക്കും, അവരെക്കുറിച്ച് വലിപ്പം പറയാനായിട്ട് ശ്രമിക്കും, പൊങ്ങച്ചം പറയാനായിട്ട് ശ്രമിക്കും. They always try to show off. തങ്ങളെ എപ്പോഴും മറ്റുള്ളവർക്ക് ഇംപ്രസ് ചെയ്യണം, പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അപകർഷതാബോധമുള്ളവർ. മറ്റൊരു കൂട്ടരാണ് കൊച്ചിലെ ഒരുപാട് പരിലാടനം കിട്ടിയവർ. ഒരുപാട് മാതാപിതാക്കളോ അവരവരുടെ കുഞ്ഞുങ്ങളെ തൊടുമ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെയൊന്നുമല്ല, എൻ്റെ കൊച്ചുങ്ങൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് 90%, 95% അങ്ങനെയാണ്. വെരി ഫ്യൂ പാരൻസ്. എന്താ സംഭവിച്ചത് എനിക്കൊന്നും അറിയണം. നിങ്ങളെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ക്ലാസ്സിൽ ഇവൻ എങ്ങനെയാ? മറ്റേ കൂട്ടുകാരൊക്കെ അവനങ്ങനൊന്നും ചെയ്യത്തില്ല, അവനങ്ങനൊന്നും പറയത്തില്ല. മൈ ചൈൽഡ് ഈസ് ഡയറക്ട്ലി ബോൺ ഫ്രം ഹെവൻ. എൻ്റെ കൊച്ച് നേരെ സ്വർഗത്തിൽ ജനിച്ചതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വളർത്തുന്ന കുട്ടികൾ പോകേണ്ട വഴിക്ക് അവരെ അടിക്കുകയല്ല, പോകുന്ന വഴിക്ക് അവരെ വിടുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ വളരെ സെൽഫിൽഡായിരിക്കും, ശാഠ്യക്കാരായിരിക്കും, നിർബന്ധ ബുദ്ധികളായിരിക്കും, ആർക്കും കീഴടങ്ങത്തില്ല, അധികാര സ്ഥാനങ്ങൾക്ക് കീഴ്പ്പെടുകയില്ല. ഇങ്ങനെ അനേക പ്രശ്നങ്ങളുമായിട്ടാണ് മനുഷ്യജീവിതം പോകുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നപൂർണമായിരിക്കുന്ന ഒരു ലോകത്തിൽ ഈ നിലയിലുള്ള പ്രകൃതങ്ങളൂടെ വരുമ്പോൾ ജീവിതം ഭയങ്കര താളപ്പിഴയായിരിക്കും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ പ്രശ്നപൂർണമായിരിക്കുന്ന ഒരു ലോകത്തിൽ വിശ്വാസികളെന്ന് പറയുന്നവർ ഇതിലൊന്നും ഇതരരല്ല, അപവാദങ്ങളല്ല. എന്നാൽ ദൈവം വിളിച്ചവർക്ക് ഇതിൻ്റെ നടുവിൽ കൂടിയെല്ലാം ജീവിച്ചു പോകുവാൻ ദൈവികമായിരിക്കുന്നൊരു വഴിയുണ്ട്. എല്ലാവരും സഹിക്കുന്ന കഷ്ടങ്ങളും, എല്ലാവരും ജീവിതത്തിൽ കടന്നു പോകുന്ന ദുരിതങ്ങളും, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവമക്കളും കടന്നു പോകണം. പക്ഷേ ലോകം അതിൽ കൂടി കടന്നു പോകുമ്പോൾ they're going down from misery to misery. ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഠനശാലയാണ്. ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും ഓടി ലോകത്തെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ആഫ്റ്റർ ഓൾ ദിസ് ലൈഫ് ഈസ് സോ ട്രാൻഷ്യന്റ്. ഇതിൻ്റെ പുറകെയൊക്കെ ജീവിതം കത്തിച്ച് കളഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. ജീവിതം വളരെ ക്ഷണികമാണ്. സംഭവങ്ങളെ കാണുമ്പോൾ, ജീവിതങ്ങളെ കാണുമ്പോൾ, പലതിൻ്റെ പിന്നാലെയും പായുന്നവരുടെ ആത്യന്തികമായിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ, ഉണ്ട് എന്നിരിക്കലും ഇല്ലാത്തവരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ, സന്തോഷത്തിൻ്റെ കാരണങ്ങളുണ്ടായിട്ട് ദുഃഖത്തിലും ദുരിതത്തിലും ജീവിക്കുന്നതാണ്. വാട്ട് ഈസ് ലൈഫ്? ഇതിലൊരു അർത്ഥമില്ല. ദിസ് ഓൾ വാനിറ്റി. ഇതൊരു മായയാണ്, മിഥ്യയാണ്, ക്ഷണികമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ലൈഫ് ഷുഡ് ഹാവ് ഗ്രേറ്റർ പർപ്പസ്. ജീവിതത്തിന് അപ്പുറത്തുള്ള അർത്ഥമുണ്ടായിരിക്കണം. ദൈവമക്കൾ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ വീണുപോയ ലോകത്തിൽ they find a greater meaning for redemption. വീണ്ടെടുപ്പിന് കൂടുതൽ മഹത്വരമായിരിക്കുന്ന ഒരർത്ഥമുണ്ടാകാനായിട്ട്. I'm sorry, when I see God's people after vanity and transience, ദൈവത്തിന് ജനമെന്ന് പറയുന്നവർ മിഥ്യയുടെയും മായയുടെയും താൽക്കാലികതയുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ പോയി മറ്റ് ഭൗതികരും ലൗകികരും പോകുന്ന പോലെ പോകുന്ന കാണും വളരെ ദുഃഖമാണ്. വാട്ട് ദേ ഹാവ് അണ്ടർസ്റ്റാൻഡ്. എന്നാൽ കുറച്ച് പേർ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ രക്ഷയെ അവർ കൂടുതൽ മഹത്വീകരിക്കും. ഈ ലോകം ശാശ്വതമല്ല. നമുക്കായൊരു ലോകം കർത്താവ് ഒരുക്കുന്നുണ്ട്. ലെറ്റ് us be prepared as we live this life. ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കാം. They take God's word and call seriously. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ വചനത്തെയും കൂടുതൽ ഗൗരവം എടുക്കുവാൻ, രോഗത്തിന് നടുവിലും ദുഃഖത്തിന് നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും
തിരസ്കരണ നടുവിലും തള്ളിക്കളയുന്ന നടുവിലും ലെറ്റ് മീ ജസ്റ്റ് ക്ലിങ് ടു മൈ ലോർഡ്. എൻ്റെ കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കട്ടെ. ലെറ്റ് മീ ഗോ ഓൺ. എൻ്റെ കർത്താവിൻ്റെ വിളി ഞാൻ പോകട്ടെ. ഇതുപോലെ തന്നെയാണ് സുരക്ഷിതബോധമില്ലാത്തവർ. സുരക്ഷിതത്തിന് വേണ്ടി ആരെങ്കിലും മുഴുവൻ പിടിക്കുകയല്ല വേണ്ടത്. അവരെന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് വിഷമിച്ച് ഉറക്കം കളയല്ല വേണ്ടത്. അവരെന്ത് ചെയ്യണം? മനുഷ്യൻ്റെ സ്നേഹം ഇത്രയേ ഉള്ളൂ, മനുഷ്യരുടെ ആക്സെപ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ആരൊക്കെ കൂടെ നിന്നാലും കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വരാവുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. പെറ്റു വളർത്തിയ അമ്മയ്ക്ക് പോലും വരാൻ പറ്റുന്നൊരു അതിരുണ്ട്. അത് കഴിഞ്ഞാൽ ഐ ഷുഡ് ബി മൈസെൽഫ്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പോയേ പറ്റുകയുള്ളൂ. എൻ്റെ സുരക്ഷിതം ഗോഡ് ലവ് മീ, ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആൻഡ് റിയലി ഗ്രോയിങ് ടു അപ്രീഷിയേറ്റ് ദറ്റ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ആസ്വദിക്കുക, ആസ്വദിക്കുക, ആസ്വദിക്കുക. ദ മോർ യു നോ ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുന്തോറും ആസ്വദിക്കുന്നതോറും യു വിൽ ബി മോർ സെക്യൂർ. ദൈവത്തിൻ്റെ സുരക്ഷിതത്തിൽ നിങ്ങളെത്രയും ഭദ്രതയുള്ളവരായിത്തീരും. സെക്യൂർ പീപ്പിൾ. അതുപോലെ തന്നെയാണ് അപകർഷതാബോധം. കൊരിന്ത്യരോട് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകപ്രകാരം നോബിൾ, കുലീനന്മാരെ അറിയില്ല, ശക്തന്മാരെ അറിയില്ല, മിടുക്കന്മാരെ അറിയില്ല, കഴിവുള്ളവരെ അറിയില്ല. ബട്ട് യു, ഇതൊന്നും ഇല്ലാത്തവരാണ്. ബട്ട് നോ, ഗോഡ് ചോസ് യു. ദൈവം നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്കറിയാമോ? ദൈവം നിങ്ങളെ വിളിച്ചു എന്നറിയാമോ? അപകർഷതാബോധത്തിൽ ആരേത് അവാർഡും സർട്ടിഫിക്കറ്റും സ്ഥാനവും ഡിഗ്രിയും എന്ത് തന്നാലും എൻ്റെ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചു, എന്നെ മകനാക്കി തീർത്തു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു പദ്ധതിയും ഉദ്ദേശവും നൽകി. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഐ ലീവ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മകനായിട്ട് ഞാൻ ജീവിക്കട്ടെ. യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എളിയ പശ്ചാത്തലത്തിലുള്ള സഹോദരൻ എന്ത് ചെയ്യണം? തനിക്ക് ലഭിച്ച മഹത്വത്തിൽ പ്രശംസിക്കട്ടെ. തനിക്ക് ലഭിച്ച ദൈവവിളിയിൽ, ദൈവം നൽകിയ മഹത്വത്തിൽ, ദൈവം നൽകിയ ബന്ധത്തിൽ, ദൈവസന്നിധി ലഭിച്ച ആ സ്വീകരണത്തിൽ, പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഈ അനുഭവത്തിൽ let him exalt, അതിൽ പ്രശംസിക്കട്ടെ. പിന്നെ നിഗളികളായി പല രീതിയിൽ ശാഠ്യക്കാരും നിഗളികമായി ആർക്കും വകവെക്കാൻ വരുന്നവരും അവരും രക്ഷിക്കപ്പെടും കേട്ടോ, രക്ഷിക്കപ്പെടാതിരിക്കത്തില്ല. പക്ഷെ എന്തുണ്ട് അവർക്ക്? ദൈവത്തിന് അവർക്കും സ്പെഷ്യൽ പാത്തുണ്ട്. ഞെരുങ്ങാൻ, വിനയപ്പെടുവാൻ, ഉടയുക. എല്ലാവർക്കും ഉടച്ചിൽ വേണം കേട്ടോ, എല്ലാവർക്കും വേണം. എന്നാൽ ഇത് എടുത്തു പറയേണ്ട ഒരു ഉടച്ചിലാണെന്ന് മാത്രം. ആമേൻ. ഗോഡ് ഹാസ് ഗിഫ്റ്റ്സ് ഫോർ ഓൾ. ദൈവത്തിന് എല്ലാവർക്കും നല്ല ദാനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇതെല്ലാം വരും കേട്ടോ. ഓക്കെ, ഇങ്ങനെ അതിമഹത്തായിരിക്കുന്ന ഒരു ജീവിതം. ഈ പത്രോസിൻ്റെ ലേഖനം, 1-ാം ലേഖനം വായിച്ചാൽ കഷ്ടതയെക്കുറിച്ചൊരു നീണ്ട ലിസ്റ്റ് പത്രോസ് പറയുന്നുണ്ട്. അതിലൊരു കഷ്ടതയെക്കുറിച്ച് പറയുന്ന കാര്യം, തിന്മ ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട്, റോങ് ഡൂയിങ്, അങ്ങനെ ആരും കഷ്ടം സഹിക്കാനിടയായി. ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞു വരുന്ന കാര്യം, ഒരുപാട് കഷ്ടങ്ങളും അങ്ങനെയുണ്ട്. വാങ്ങിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. എന്നിട്ട് കർത്താവെ കഷ്ടമാണ്, കർത്താവെ കഷ്ടതയാണ്. ദൈവമക്കൾ അന്ധരാകരുത്. സോറി ടു സേ, ബ്ലൈൻഡ് പീപ്പിൾ, ഹൗ ക്യാൻ ദാറ്റ് ബി? എങ്ങനെ ദൈവമക്കൾക്ക് കണ്ണടഞ്ഞിരിക്കുവാനായിട്ട് കഴിയും? വാട്ട് ഹാപ്പൻ ടു യുവർ ഐസൈറ്റ് ലോർഡ് ഗേവ്? ദൈവം തന്ന കാഴ്ചയ്ക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ തിരുത്തപ്പെടേണ്ടത് എന്തുണ്ടെങ്കിലും ഒന്ന് നോക്കണം. തെറ്റിപ്പോയ ഇടമുണ്ടോ എന്ന് നോക്കണം. മാനസാന്തരപ്പെടേണ്ട ഇടമുണ്ടോ എന്ന് നോക്കണം. ആ കാഴ്ചയിൽ നിങ്ങളോട് പോകുമ്പോൾ ജീവിതത്തിൽ തെറ്റുപറ്റുകയില്ല എന്ന് ഞാൻ പറയില്ല. നാം പലതിലും തെറ്റിപ്പോകുന്നവരാണ്. ബട്ട് വി ഹാവ് എ കമ്പാഷനറ്റ് ഗോഡ്. ആർദ്രതയുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. വി ക്യാൻ ഓൾവേസ് ഗോ ടു ഹിം. അവൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയും. നമുക്ക് രമ്യതപ്പെടാൻ കഴിയും. നമ്മുടെ പാപങ്ങളെ കഴുകുന്ന ഒരു മഹാവിരോധം നമുക്കുണ്ട്. ബ്ലെസ്ഡ് കോൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളി നമുക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ വഴിയിലൂടെയെല്ലാം ദൈവികമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ പോകുവാനായിട്ട് കഴിയും. ഇൻ സ്പൈറ്റ് വി ആർ റോങ്, തെറ്റ് പറ്റിയാലും, നമ്മുടെ വളർത്തലിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ, നമ്മുടെ വ്യക്തിത്വങ്ങൾക്ക് വൈകല്യങ്ങളുണ്ടായാലും, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, വി ഹാവ് എ റിഡംഷൻ ദാറ്റ് ഈസ് പെർഫെക്റ്റ്. മനോഹരമായിരിക്കുന്ന പൂർണ്ണതയുള്ളൊരു വീണ്ടെടുപ്പുമായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഷ്ടത എന്ന് പറഞ്ഞാൽ
ലോകത്തിൽ എല്ലാവരും പറയുന്ന കഷ്ടതയാന്ന് പറഞ്ഞ് ആരും വന്ന് സാക്ഷ്യം പറയല്ലേ? എന്നാ കഷ്ടതയാണെന്ന്? വൈ? പാപനിമിത്തമുള്ള കഷ്ടതയാണ്. സകല മനുഷ്യരും പോകുന്ന കഷ്ടതയാണോ? അത് ദൈവം അനുവദിക്കുന്നതാണ്. മനുഷ്യരെ അങ്ങനെ അറിയാൻ കഴിയുള്ളൂ. മനുഷ്യത്വം അങ്ങനെ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരോട് താതാത്മ്യം പ്രഭാവിക്കാൻ അങ്ങനെ കഴിയുള്ളൂ. മറ്റുള്ളവരുടെ വേദനയെ സ്പർശിക്കുവാൻ അങ്ങനെ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരെ ശുശ്രൂഷിപ്പാൻ നീ വേദനയിൽ കൂടി പോയാലേ കഴിയുള്ളൂ. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ലൈഫ്. അതും ജീവിതത്തിലുള്ള കാര്യമാണ്. നമ്മുടെ വ്യക്തി വൈകല്യങ്ങളിൽ നിമിത്തം ഉണ്ടാകുന്ന കഷ്ടതയാണെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് ദൈവത്തെ അന്വേഷിക്കുക. പാപമാണ് ഏറ്റവും വലിയ കാര്യം നാം ചിന്തിച്ചിരിക്കുന്നത്. ഞാനിതിനെ ലഘൂകരിക്കില്ല. പാപത്തിൻ്റെ അടിത്തട്ടിൽ, അതിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ വ്യക്തിത്വ വൈകല്യങ്ങൾ, അത് ജീവിതത്തെ വളരെ സങ്കീർണമാക്കുന്നതാണ്. സോ ഇതാണ് കഷ്ടത. ഈ വലിയ വലിയ കഷ്ടതയിൽ കൂടി ഞാൻ പോകുന്ന നിങ്ങളോട് ആരോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഈ വീട്ടിൽ നമുക്ക് താമസിക്കാനേ പറ്റത്തില്ല. ഈ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകാനേ കഴിയത്തില്ല. ഇതിൻ്റെ നടുവിൽ ഗോഡസവേ, അതെല്ലാമാണ് കഷ്ടം എന്ന് വിചാരിക്കരുത്. അത് കഷ്ടതയാണ്. പക്ഷെ അതിന് നടുവിൽ കൂടി ദൈവകൃപയെ അറിയാനായിട്ടൊരു മാർഗമായിട്ട് അതിനെ എടുക്കണം. പത്രോസ് ഇത്രയും കാര്യങ്ങൾ പല കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നൊരു കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആരും കഷ്ടത അനുഭവിക്കാനിടയാകരുത് എന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. പക്ഷെങ്കിൽ ഒരു കഷ്ടതയെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. എന്താണെന്നറിയാം? ദൈവത്തുള്ള മനസ്സാക്ഷി നിമിത്തമുള്ള കഷ്ടത, പിന്നെ നീതി നിമിത്തമുള്ള കഷ്ടത, സത്യനിമിത്തമുള്ള കഷ്ടത, നന്മ ചെയ്യുക വഴി ഉള്ള കഷ്ടത, ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടത. ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടത. അങ്ങനെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള കഷ്ടതയുണ്ടോ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാനൊരു നിലപാടെടുത്തു. എൻ്റെ ജോലിയിൽ ഞാനൊരു നിലപാടെടുത്തു. ഇതിൻ്റെ പങ്കാളി ഞാൻ ആകത്തില്ല. ഞാൻ ഈ നിലയിൽ ഈ കാര്യം ചെയ്യാൻ വില്ലിങ് അല്ല. ഞാൻ ഈ നിലയിൽ ഈ ജോലി ചെയ്യുവാൻ വില്ലിങ് അല്ല. കർത്താവ് നിമിത്തം, സത്യനിമിത്തം, നന്മ നിമിത്തം, നീതി നിമിത്തം, യേശുക്രിസ്തുവിൻ്റെ നിമിത്തം അങ്ങനെ ഒരു കഷ്ടതയുണ്ട്. ടേക്കിംഗ് എ സ്റ്റാൻഡ് ഓൺ ദ സൈഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക വഴി ഒരു കഷ്ടതയുണ്ട്. ക്രിസ്തു നിമിത്തം, ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. ആരൊക്കെയുണ്ട്? ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത, നീതി നിമിത്തമുള്ള കഷ്ടത, സത്യനിമിത്തമുള്ള കഷ്ടത. 1 പത്രോസ് 4:14 പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള കഷ്ടതയെക്കുറിച്ച് പറയുന്നത് എന്താണ്? വായിക്കാം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾക്ക് നിന്ന സഹിക്കേണ്ടി വന്നാൽ, കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു. നാം ശരിയായ കഷ്ടതയിൽ കൂടി പോകുന്നതെന്നുള്ളതിൻ്റെ തെളിവ് എന്നാണെന്നറിയാം? കുനിഞ്ഞും മുഖം കറുത്തും വീർത്തും നടക്കുമ്പോൾ അത് ശരിയായ കഷ്ടമല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയായ കഷ്ടം എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ഈസ് അപ്പോൺ യു. മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ ജീവിതം കർത്താവ് കൊണ്ടുവന്ന വഴിയിൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് കർത്താവിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ there is a radiance, there is a transformation. ഒരു രൂപാന്തരമുണ്ട്. അതിൽ കൂടിയുള്ളതായിട്ടുള്ളൊരു പ്രകാശമുണ്ട്. That's a right suffering. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം കഷ്ടപ്പെടുന്ന മേലുള്ള മഹത്തരമായ കഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും മഹത്വമായിട്ട് തീരുമാനം ഉദ്ദേശിക്കപ്പെട്ടിരിക്കും. ഇതാണ് കഷ്ടതയുടെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പൗലോസ് ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ വിസ്തരിച്ച് പല പശ്ചാത്തലത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് സഫറിങ്, കഷ്ടത എന്നുള്ള ഈ പദം. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, പൗലോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ കഷ്ടത ധാരാളമായിട്ട് പൗലോസിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യരിൽ നാം വളരെയധികം കാണുന്നു. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അടുപ്പിച്ച് പൗലോസ് കഷ്ടതയെക്കുറിച്ച് പറയുക. കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കപ്പൽ ഛേദങ്ങൾ, അനേക പ്രാവശ്യം അടികൊണ്ടു,
5 പ്രാവശ്യം കോലുകൊണ്ടടി, 3 പ്രാവശ്യം കോലുകൊണ്ടടി, 5 പ്രാവശ്യം ചെമ്മട്ടി കൊണ്ടടി. അനേക അപകടങ്ങൾ. ഭക്ഷണം, വൈദാഹം, തണുപ്പിൽ ആവശ്യത്തിന് വസ്ത്രമില്ലാതിരിക്കുക, രാത്രി മുഴുവൻ ഒരു സമുദ്രത്തിൽ കഴിയുക, കപ്പൽ ക്ഷയത്തിൽപ്പെട്ട് പല അപകടത്തിൽ പോയി മരണവക്രത്തോളം എത്രയോ പ്രാവശ്യം എത്തിത്തീരുക. ടെറിബിൾ. ഈ ഒരു മാർഗത്തിൽ കൂടി പോകുന്ന പൗലോസിൻ്റെ കഷ്ടതയെക്കുറിച്ച് നാം കാണും. ചിലൊക്കെ സാക്ഷി പറയുമ്പോൾ ശ്രദ്ധിച്ചു കണ്ടിട്ടുണ്ടോ? പൗലോസ് കഷ്ടപ്പെടുന്ന പോലെ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാം, നോൺസെൻസ്. പൗലോസ് കഷ്ടപ്പെടുന്ന ഇതാണ്. പൗലോസിൻ്റെ കഷ്ടത എന്താണത്? ഒന്ന് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത. അതിനോട് ചേർന്ന് ഞാൻ എന്നോട് പറയട്ടെ, പൗലോസിൻ്റെ കഷ്ടത തന്നെ രക്ഷിച്ച കർത്താവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടത. ആ മഹത്തായിരിക്കുന്ന ആ രക്ഷ തനിക്ക് ലഭിച്ച ശേഷം തൻ്റെ ജീവിതം തീർത്തും ടേൺ അറൗണ്ട്, പോയ ആ ഒരു ദിശയിൽ നിന്നും കംപ്ലീറ്റ്ലി തിരിഞ്ഞു. 180 degree. This life is going to be for this Savior. ഈ ജീവിതം ഈ രക്ഷിതാവിന് വേണ്ടി കൊടുക്കുകയാണ്. No more I, but Christ. ഇനിമേലും ഞാനല്ല, ക്രിസ്തുവാണ്. അതിനുവേണ്ടി തന്നെ താൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ്? ഈ കർത്താവിനെ മറ്റൊരിടത്തേക്ക് സാക്ഷിക്കണം. സാക്ഷിച്ച ശേഷം എന്ത് ചെയ്യണം? അവരെ വളർത്തിയെടുക്കണം. അവർക്ക് സത്യം നൽകണം. അവർക്ക് കൂട്ടായ്മയ്ക്ക് സഭയുണ്ടാകണം. ഹിസ് ലൈഫ് ഇസ് വൺ ആഫ്റ്റർ അനദർ ഇൻ ദ വേ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മാർഗത്തിൽ തന്നെ അങ്ങ് കൊടുക്കുകയായിരുന്നു. ഇതിനിടെ ആ സത്യത്തിന് വിരോധമായി പൊങ്ങുന്ന അനേക എതിർപ്പുകൾ ആ സത്യത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് അതിന് നേരെ നിൽക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ള നിരന്തരമായിരിക്കുന്ന അതികഠിനമായിരിക്കുന്ന കഷ്ടങ്ങളിൽ കൂടി താൻ കടന്നുപോയി. ആവശ്യങ്ങളുടെ നടുവിൽ, വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ജീവനെ അപായപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തൻ്റെ ജീവിതം കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനും കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകുവാനും ദൈവമക്കളെ പണിതെടുക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും മഹത്തായിരിക്കുന്ന ഒരു ജീവിതമായിട്ട് അവൻ പോവുകയായിരുന്നു. പൗലോസിൻ്റെ കഷ്ടത എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഈ കഷ്ടതയുടെ മാർഗം പൗലോസ് പഠിച്ചു. നാം വായിക്കുന്നത് ഫിലിപ്പിനോട് പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നറിയാമോ? ഫിലിപ്പിനോട് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസമെന്ന ആ ശുശ്രൂഷ ആ യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെട്ടാലും ഞാനതിൽ സന്തോഷിക്കും. ഞാനൊരു പാനീയയാഗമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ യാഗം അർപ്പിക്കുന്ന നിങ്ങളത് അർപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അവിടെ ഏത് കാര്യം നിങ്ങളോടുകൂടി ഞാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ ഞാൻ അവിടെ ഉണ്ട്. ഐ ആം ദെയർ വിത്ത് യു. തൻ്റെ ശുശ്രൂഷകളിലെല്ലാം മറ്റുള്ളവരെ വിട്ടേച്ച് കേവലം ഒരു പ്രാസംഗികനായിട്ട് നിൽക്കുക എല്ലാവരും ചെയ്തേ. ഹി വാസ് ദേർ ഇൻ ഫെലോഷിപ്പ് വിത്ത് ദ സഫറിംഗ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കഷ്ടങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി താൻ നിൽക്കുകയായിരുന്നു. തിമോഥെയോസിന് എഴുതുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ശുശ്രൂഷ കടന്നുപോയി താൻ പ്രവർത്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യുക മാത്രമായിരുന്നില്ല. താൻ ചെയ്ത ശുശ്രൂഷയുടെ എല്ലാം മേളിൽ ആ ജനത്തോടൊപ്പം തൻ്റെ പങ്കതിൻ്റെ ഉപരി നിവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പറയുന്ന ഒരു വാക്യമാണ് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 8 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യെസ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു.
ഇവിടെ നാം കാണുന്നത് എന്താണ്? ഇവിടെ നാം കാണുന്നത് ഈ മനുഷ്യൻ്റെ കഷ്ടങ്ങളുടെ പുറകിലുള്ള യഥാർത്ഥ വസ്തുതയാണ് നാം കാണുന്നത്. പൗലോസോടെ പറയുന്നത് എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളണം. അതാകുന്നു എൻ്റെ സുവിശേഷം. അങ്ങനെ ഒരു സുവിശേഷം ഉണ്ടോ? എൻ്റെ സുവിശേഷം. ഒരുപാട് പേര് എൻ്റെ സുവിശേഷം എന്നുകൊണ്ട് നടക്കുന്നത്. അതാണ് ഈ പറയുന്നത്. സുവിശേഷം റോമർ 1:1 ഇറ്റ്സ് ഗോഡ്സ് ഗോസ്പൽ. ദൈവത്തിൻ്റെ സുവിശേഷമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. ഇറ്റ്സ് ക്രൈസ്റ്റ് ഗോസ്പൽ. സുവിശേഷം ദൈവത്തിൻ്റെതാണ്. ഇറ്റ് കെയിം ഫ്രം ഗോഡ്. ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഏത് മനുഷ്യന് എൻ്റെ സുവിശേഷം എന്ന് പറയാൻ കഴിയും? When he identifies to the purpose of the gospel and to the suffering that is due to the gospel. ദൈവിക സുവിശേഷത്തോട് തൻ്റെ ജീവിതം കൊടുത്ത് താതാത്മ്യപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സുവിശേഷവുമായി കടന്നുപോയി ആ സുവിശേഷം അറിയിക്കുന്നതിൽ പങ്കാളിയായി, ക്രിസ്തുവിനോട് പങ്കാളിയായി, തനിക്കുള്ളതെല്ലാം ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ നൽകിയ ശേഷം ആ വ്യക്തി where he identifies to the purpose and suffering in the gospel, സുവിശേഷത്തിലുള്ള ലക്ഷ്യത്തിലും അതിൻ്റെ കഷ്ടതയിലും പങ്കാളിയായി തീർന്ന്, അങ്ങനെ വരുമ്പം ഇത് രണ്ടും രണ്ടല്ല. ദൈവത്തിൻ്റെ സുവിശേഷം, എൻ്റെ സുവിശേഷം, ഇറ്റ്സ് വൺ. എൻ്റെ സുവിശേഷം, that's the way he owns it. അതിനെ സ്വന്തമായി കാണുന്ന ആ നിലയിലാണ് എൻ്റെ സുവിശേഷം. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് ഒരു ക്രിമിനലിനെ പോലെ ഇപ്പോൾ കഷ്ടത്തിലായിരിക്കും. എങ്കിലും ഐ എം നോട്ട് വറീഡ്. ഈ വചനം അങ്ങനെ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയുന്നതല്ല. ഇറ്റ് വിൽ ഗോ ഗോ ഗോ. ഈ വചനത്തിന് ബന്ധനമില്ല, അത് പോയിക്കൊണ്ടിരിക്കും. എവിടം വരെ? പൗലോസ് പറയുന്നതിൻ്റെ സുവിശേഷത്തെ സാക്ഷ്യം ഉദ്ദേശിക്കുന്നത് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ സുവിശേഷത്തിൽ കൂടി കഷ്ടിച്ച് പാപം ക്ഷമിക്കുക എന്നുള്ളതല്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടോ പാപം എല്ലാം ക്ഷമിച്ചു, പിന്നെ ഇനിയും ക്ഷമിക്കും, പിന്നെ നാളെയും ക്ഷമിക്കും. കർത്താവ് വരുമ്പോൾ അങ്ങ് കൊണ്ടുപോകും. There's something wrong in those statements because it's a white Bible. ഈ പറയുന്ന ഒറ്റ വാചകത്തിലോ വാക്യത്തിലോ അല്ല സുവിശേഷം ഇരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവേശുള്ള രക്ഷ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് എങ്ങനെ കിട്ടണം? വിത്ത് ഇറ്റേണൽ ഗ്ലോറി. നിത്യ തേജസ്സോടെ കിട്ടണം. ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ബിഗിൻ. തുടങ്ങി എന്ന് പറയുന്നതിൽ പോരാ കേട്ടോ. ദ ബിഗിനിങ് ഈസ് നോട്ട് ദി എൻഡ്. അതൊരു തുടക്കം മാത്രം. വാട്ട് ഈസ് ദി എൻഡ്? അതിൻ്റെ അവസാനം എന്താണ്? നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ടു റിസീവ് ദ സാൽവേഷൻ വിത്ത് ഇറ്റേണൽ ഗ്ലോറി. നിത്യ തേജസ്സോടെ അതിനെ കിട്ടണം. പൗലോസ് അധ്വാനിച്ചു ഇതിനു വേണ്ടിയിട്ടാണ്. Not enough. They have believed. അവർ വിശ്വസിച്ചത് മാത്രം പോരാ. Let me do the rest of it. അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യട്ടെ. Let me build up them. അവരെ വളർത്തിയെടുക്കട്ടെ. അവർ കർത്താവിനെ അറിയട്ടെ. അവരുടെ ജീവിതം കർത്താവിൽ വളരട്ടെ. അവർ കർത്താവിൻ്റെ കൃപയും പ്രവൃത്തിയും അറിയട്ടെ. Till they grow up and grow up. വളർന്നു വന്ന് എന്ത് ചെയ്യണം? ക്രിസ്തുവേശുവിലെ തേജസ്, രക്ഷാമുഖാന്തരമുള്ള തേജസ് എല്ലാവരും പ്രാപിക്കണം. ഒന്ന് കൊലോസ്യർ 1:24, അത് കുറച്ചുകൂടെ മനോഹരമായിട്ട് ആ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യർ 1:24 ഒന്ന് വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്നവർക്കെല്ലാം ഉണ്ടാകേണ്ടത് എന്താണ്? ശുശ്രൂഷിക്കുന്നവർക്കെല്ലാം ഉണ്ടാകേണ്ടത് എന്താണ് പറയാമോ? സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാ? സന്തോഷിച്ചു. ഓ, എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഞാനങ്ങ് മടുത്തു. വാട്ട്സ് റോങ് ദെയർ? അവിടുത്തെ കുഴപ്പം എന്താ ഇരിക്കുന്നേ? യു ആർ നോട്ട് സർവിങ് ക്രൈസ്റ്റ്. നിങ്ങൾ കർത്താവിനെയല്ലേ ശുശ്രൂഷിക്കുന്നത്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തുണ്ട്? താങ്ക് ഗോഡ്. ഈ അധ്വാനത്തിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ഈ അധ്വാനത്തിന് ഒരു മധുരമുണ്ട്. വൈ? ബിക്കോസ് ഐ സർവ് യു. എനിക്ക് ഈ അവസരം നൽകിയതിനായി സ്തോത്രം. എൻ്റെ കർത്താവിനെ സേവിക്കുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ഒരു നാഴി അധികം പോകുവാൻ,
എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഇത്രയും സഹിക്കുവാൻ എനിക്ക് അവസരം നൽകിയതുകൊണ്ടും കൃപ നൽകിയതുകൊണ്ടും സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ that which is lacking in the sufferings of Christ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. വലിയൊരു തിയോളജിക്കൽ ഇഷ്യൂ ആണത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. നിങ്ങൾ ഏത് ബൈബിൾ ട്രാൻസ്ലേഷൻ നോക്കിയാലും ഇത് വളരെ വ്യക്തമാണ്. that which is lacking in the sufferings of Christ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സങ്കടമാണോ? ഇതൊരനുഗ്രഹമാണോ? The suffering is never joyful by itself. ഒരു കഷ്ടതയും അതിൽ തന്നെ സന്തുഷ്ടമല്ല. പക്ഷെങ്കിൽ കർത്താവിനെ സേവിക്കുന്ന സന്തോഷം അതൊരു പ്രത്യേക. when we really serve him. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഉള്ള കുറവ് ശരീരമായ സഭയ്ക്ക് വേണ്ടി. അപ്പം ഇതിൽ വളരെ ഉൾക്കാഴ്ച ആവശ്യമുള്ളൊരു കാര്യമാണ്. ദ ഗ്ലോറി ഓഫ് സർവിങ് ഗോഡ്, ദൈവത്തെ സേവിക്കുന്നതിൻ്റെ മഹത്വം. അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വമേറിയിരിക്കുന്ന ശുശ്രൂഷ, അതൊരു കർത്താവിൻ്റെ മഹത്വമേറിയിരിക്കുന്ന പ്രവൃത്തി, അതൊരു ഫിനിഷ്ഡ് വർക്കാണ്. തീർന്ന ഒരു പ്രവൃത്തിയാണ്, ഫിനിഷ്ഡ് വർക്ക്. കർത്താവ് എന്താ പറഞ്ഞത്? നിവൃത്തിയായി. ഇനി എന്തെങ്കിലും അതിനോട് കൂട്ടാനുണ്ടോ? റിഡംപ്ഷൻ ഈസ് ഓവർ. മാനവജാതിയുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ദാറ്റ്സ് ഡൺ. പക്ഷേ കർത്താവിൻ്റെ പ്രവർത്തനവും അവൻ്റെ പദ്ധതികളും അവൻ്റെ ഹൃദയത്തിൻ്റെ വ്യഥയും ഭാരവും ഏറ്റെടുക്കുവാൻ ഹൃദയങ്ങൾ ആവശ്യമാണ്. To know the burden, plan and purpose of God. താൻ നിവർത്തിച്ച കാര്യത്തിൽ, ഇനി ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും അവൻ്റെ ഹൃദയഭാരവും ഏറ്റെടുക്കുവാൻ ഹൃദയങ്ങൾ ആവശ്യമാണ്. ദൈവം കണ്ടിരിക്കുന്നവരിലേക്ക് നടത്തുവാൻ കാലുകൾ ആവശ്യമാണ്. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുവാൻ കരങ്ങൾ ആവശ്യമാണ്. ദൈവത്തിന്റെ വാർത്ത അറിയിക്കുവാൻ നാവ് ആവശ്യമാണ്. കർത്താവിനെ നിവർത്തിച്ചത് പൂർത്തീകരിക്കുവാൻ ജീവിതങ്ങൾ ആവശ്യമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നിങ്ങളുടെ വിളിയുടെ മഹത്വം അറിഞ്ഞ് അവിടം വരെ കണ്ണുയർത്താൻ കഴിയുന്നവരാരുണ്ട്? ദ ജോയ്, ദ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സന്തോഷം, ആനന്ദം, അതിൻ്റെ ഉദ്ദേശം നിൽക്കുന്ന അവിടം വരെയാണ്. വാട്ട് ക്രൈസ്റ്റ് came and accomplished, I fulfill in my body. കർത്താവ് കടന്നു വന്ന് നിവർത്തിച്ചത് ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നു. ഗ്ലോറിയസ്, മഹത്വപൂർണമായിരിക്കുന്ന, ദിസ് ഈസ് ദ ഗ്ലോറി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തു ജീവിതത്തെയും അതിലെ മഹോന്നതമായിരിക്കുന്ന കഷ്ടം ഇതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ നിവർത്തിക്കുന്നു. യെസ് ദൈവമക്കളെ, കാൽവറി 2000 വർഷം പിന്നിട്ടു. 2000 വർഷം കഴിഞ്ഞു കാൽവറി. ഇന്ന് അന്ന് നടന്ന സംഭവം, അന്നത്തെ അത്ഭുത പ്രവൃത്തികൾ, അന്നത്തെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, വാട്ട് ഹാപ്പൻ ദെൻ, അന്ന് സംഭവിച്ച കാര്യം, അതേ സുവിശേഷമാണ് നമ്മുടെ അടുത്തെത്തിയത്. ആഫ്റ്റർ 2000 years ഈ സുവിശേഷമാണ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത്. That message, അന്ന് അവർക്ക് ലഭിച്ച ഉണർവ്, അതിനുശേഷം പല ആവശ്യമായിട്ടും ഇന്നും അനേകർ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആഫ്റ്റർ മെനി മെനി ഇയേഴ്സ് അന്നത്തെ യേശുവിൻ്റെ വചനങ്ങൾ, അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ ബൈബിളായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നു. ചർച്ച് വാസ് നോട്ട് എക്സ്റ്റിങ്ക്ട് ദെൻ. അന്ന് സഭ തുടങ്ങി അനുഗ്രഹമായി മഹത്തരമായിരിക്കുന്ന ഒരു പിൽക്കാല ചരിത്രമായിട്ട് നിൽക്കുന്നില്ല. ഈവൻ ടുഡേ വി ഹാവ് ദ ചർച്ച്, വി ആർ ദേർ. ഇന്ന് നമുക്ക് സഭയുണ്ട്, നാം അവിടെയാണ്. ഹൗ ഇറ്റ് ഓൾ ഹാപ്പൻ, എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ പൂരിപ്പിച്ചവൾ
ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങളും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളും സ്വന്തമായി എടുത്തവർ. ഷെയറേഴ്സ് ഓഫ് ഗോഡ്സ് പർപ്പസസ് ആൻഡ് ഗോഡ് ക്രൈസ്റ്റ് സഫറിങ്. അതിൻ്റെ പങ്കാളികൾ. ഈ പങ്കാളികളെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു പദം പറയാം. എന്താണെന്നറിയാമോ? ദേ ആർ സേവിയേഴ്സ്. ഒരു രക്ഷകരാണ്. ദേ ആർ സേവിയേഴ്സ് ബിഹൈൻഡ് എ ഗ്രേറ്റ് സേവിയർ. ഒരു വലിയ രക്ഷിതാവിൻ്റെ പിൻപിൽ ഒരു രക്ഷകരാണ്. വചനം കാലാകാലങ്ങളിൽ എത്തിച്ചവർ, ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചവർ, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിച്ചവർ, കർത്താവിനായിട്ട് തങ്ങളുടെ തലമുറയിൽ പണിതെടുത്തവർ, സുവിശേഷമായിട്ട് നാനാദിക്കിലേക്ക് പോയവർ, who carried the torch of testimony, ആ സാക്ഷ്യത്തിൻ്റെ പന്തവുമായിട്ട് പോയവർ. They're all saviors behind the great savior. ആ മഹാ രക്ഷിതാവിൻ്റെ പിൻപിലുള്ള രക്ഷകരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുമല്ലോ, കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ രക്ഷിച്ചു. അങ്ങനെ മാത്രം നിർത്തരുത് കേട്ടോ. നിങ്ങളെ പലപ്പോഴും കണ്ടുമുട്ടിയ ആളുകളുണ്ട്. നിങ്ങളുടെ അടുത്ത് കർത്താവിൻ്റെ നാമം ഉച്ചരിച്ചവരുണ്ട്, സുവിശേഷം നിങ്ങളോട് അറിയിച്ചവരുണ്ട്, കർത്താവിനെ സത്യത്തിലേക്ക് നടത്തി. ഡോണ്ട് സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. മീ ആൻഡ് ഗോഡ്, ഞാനും ദൈവം മാത്രമല്ല. there were many who led you through truth. സത്യത്തിൽ കൂടി നിങ്ങളെ നടത്തിയ അനേകരുണ്ട്. കർത്താവിനെ ആ വലിയ സ്ട്രഗിളിൽ നിന്നും, ആ ബുദ്ധിമുട്ട് തന്നെ വിടുവിച്ചു. ഡോണ്ട് സ്റ്റോപ്പ് there. തക്ക സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ തോളത്ത് തട്ടിയവരും, ആശ്വാസം പറഞ്ഞവരും, വീട്ടിൽ നിന്നിറങ്ങി അവർക്ക് വേറെ പല തടസ്സങ്ങളുണ്ടായിട്ട് നിങ്ങളെ ഓർത്തെത്തിയവരും, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരും, നിങ്ങളോടൊപ്പം നടന്നവരും. ആമേൻ. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ വളരുവാൻ ദൈവനെ സഹായിച്ചു. ഡോണ്ട് സ്റ്റോപ്പ് there. അത് പറഞ്ഞാൽ പോരാ. നിങ്ങൾ വളരുമാറ് നിങ്ങളെ ശുശ്രൂഷ ഇടയന്മാരുണ്ട്, നിങ്ങളോട് വചനം അറിയിച്ചവരുണ്ട്, നിങ്ങളെ കൈപിടിച്ച് നടത്തിയ മെൻറ്റേഴ്സ് ഉണ്ട്. താങ്ക് ഗോഡ് ഫോർ ഓൾ വാട്ട് യു ഡിഡ്. നാഥ, അവിടുന്ന് ചെയ്ത എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി. ഡോണ്ട് സ്റ്റോപ്പ് there. താങ്ക് ഗോഡ് ഫോർ ഗോഡ്സ് പീപ്പിൾ ഹു മിനിസ്റ്റർഡ് ടു മീ. എന്നെ ശുശ്രൂഷിച്ച ദൈവഭക്തന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബി താങ്ക്ഫുൾ. നന്ദിയുള്ളവരായിരിക്കുക. എങ്ങനെ? കർത്താവിനോടും കർത്താവിനുള്ളവരോടും. സേവിയേഴ്സ് വിത്ത് ദ സേവിയർ. രക്ഷകനോട് ചേർന്ന് നിന്ന രക്ഷകരോടും. നന്ദി വലിയൊരു കാര്യം കേട്ടോ. നന്ദി. അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും അതുമൊക്കെ അത് പരിഭവം പറയുന്നു നിർത്തുക. See the glory that has come to you. നിങ്ങൾക്ക് ദൈവം കൊണ്ടുവന്ന മഹത്വത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ. ആ മഹത്വത്തിൻ്റെ വഴിയിൽ നിങ്ങളെ നടത്തിയവരെയും സഹായിച്ചവരെയും നിങ്ങളെ ശുശ്രൂഷിച്ചവരെയും നന്ദിയോടെ ഓർക്കണം. വളരെ സങ്കടകരമായിരിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? ആ നന്ദി ഇല്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾ മിക്കപേരും അങ്ങനെയുള്ളവരോട് വിദ്വേഷം പുലർത്തുന്നവരും എതിർക്കുന്നവരും ഹൃദയമടഞ്ഞവരും നന്ദി കെട്ടവരും. ദാറ്റ് ഈസ് എ സാഡ് തിങ് വി സീ ഇൻ ദ ചർച്ച്. സഭയിൽ നാം കാണുന്ന സങ്കടകരമായിരിക്കുന്ന കാര്യം, കഴിഞ്ഞ കാലങ്ങൾ വിസ്മരിച്ച ശേഷം തങ്ങൾ തന്നെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടേണ്ട സ്ഥാനത്ത് അത് ചെയ്യാതെ അവരുടെ ഹൃദയം തെറ്റിലേക്കും തിന്മയിലേക്കും കാഠിന്യത്തിലേക്കും പോയ ശേഷം those who helped them, led them once, ഒരിക്കൽ നടത്തിയവരുടെ നേരെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. വളരെ ദോഷകരമാണ്, വളരെ ദോഷകരമാണ്. ദൈവഭക്തന്മാർക്ക് വേണ്ടി കർത്താവിൽ നിങ്ങളെ ശുശ്രൂഷിച്ചവരെയും സേവിച്ചവരെയും നന്ദിയോടെ ഓർക്കുക. അതുമാത്രമല്ല, കർത്താവിൻ്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭയ്ക്കായിട്ട് നന്ദിയുള്ളവരായിരിക്കും. വി ഹാവ് നോ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒറ്റയ്ക്ക് നമുക്ക് നിലനിൽപ്പില്ല എന്ന് ഓർക്കണം.
ഗാഡ്സ് വിസ്ഡം ഈസ് ദ ചർച്ച്. സഭയാണ്. സഭ മുഖാന്തരമാണ് ദൈവത്തിൻ്റെ വെളിപ്പാട്. സഭയിൽ കൂടിയാണ് ആളുകളുടെ അനുഗ്രഹം. സഭയിൽ കൂടിയാണ് ആളുകൾ ധന്യരായിത്തീരുന്നത്. സഭയിൽ കൂടിയാണ് ആളുകൾ ശുശ്രൂഷിക്കപ്പെടുന്നത്. ബി താങ്ക്ഫുൾ ഫോർ ദ ചർച്ച്. സഭയ്ക്കായിട്ട് നന്ദിയുള്ളവരായിരിക്കുക. അതുമാത്രമല്ല, കർത്താവ് നമുക്ക് നൽകിയ ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാധാരണ കഷ്ടങ്ങളുടെ അപ്പുറത്ത് നന്ദിയുള്ളവരായി മറ്റുള്ളവർക്കൊരു ചാനൽ ഓഫ് ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹത്തിൻ്റെ ചാലായിട്ട് തീരത്തക്കവണ്ണം നമ്മളെ കർത്താവിനായിട്ട് മുഴുവൻ വിട്ടുകൊടുക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും കാണുന്ന കാര്യം, നമ്മളിലൊക്കെയും കാണുന്ന കാര്യം, വി സ്റ്റാർട്ട് സോ സ്മോൾ. ആദ്യം കൂട്ടായ്മയ്ക്കൊക്കെ വരുന്നവരെ സമയത്തോളം ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ അത്രയൊന്നും വളർന്നിട്ടില്ല, ഒരു സാക്ഷ്യം ഇപ്പോൾ പറയാറായില്ല. വി ഓൾവേസ് ഹാവ് എ സോബർ എസ്റ്റിമേറ്റ്. നമ്മളെക്കുറിച്ചൊരു എളിമപ്പെട്ട ഒരു പരിധിയിലാണ് നാം ചിന്തിക്കുന്നത്. ആ സമയം കഴിയുമ്പോൾ എന്തായി? ഐ ഡിസേർവ് സംതിങ്. എനിക്ക് യോഗ്യതയുണ്ട്. എന്നോടിത് പറയണ്ട, എനിക്കിതറിയാം, എനിക്കിത് മനസ്സിലാകാം. ദാറ്റ് പ്ലേസ് ഗോഡ് ഗേവ് യു ഇൻ ഗ്രേസ്. കൃപയിൽ നൽകപ്പെട്ട ആ ഒരിടം, കൃപയുടെ ഇടം അവകാശമായും യോഗ്യതയായിട്ടും തീരും. ഓ വാട്ട് എ നീഡ് ഫോർ ദാറ്റ് വി ബി ഹംബിൾ. നാം വിനയപ്പെട്ടിരിക്കേണ്ട ആവശ്യം, താഴ്മയിലായിരിക്കേണ്ട ആവശ്യം. അവിടെയല്ലേ കൃപയുള്ളൂ, അവിടെയുള്ളൂ ദൈവത്തിൻ്റെ വെളിച്ചമുള്ളൂ, അവിടെയല്ലേ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളൂ, അവിടെയല്ലേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യവും വെളിപ്പാടും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അവിടെയല്ലേ നിങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. Church is given that we grow together. നാം ഒരുമിച്ച് വളരേണ്ടതിനായിട്ട് ദൈവസഭ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവഭക്തന്മാർക്കായിട്ട് നന്ദി കരേറ്റാം, ദൈവസഭയ്ക്കായിട്ട് നന്ദി കരേറ്റാം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഇടത്തിനായിട്ട് നമുക്ക് നന്ദി കരേറ്റാം. ബി താങ്ക്ഫുൾ. നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.